ഹായ് 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 ഒരെൺപട്ടവളെ അങ്ങ് തൊപ്പി വെച്ച് ഇറങ്ങിയിരിക്കുന്ന ഷിമിട്ടി. എടി നീ ഇതുപോലെ കുടുംബത്തിൽ കയറി കളിക്കുമല്ലേടി? നല്ല കുടുംബം ചീത്തയാക്കാൻ വേണ്ടിയാണടി നീ ഒരുങ്ങി കെട്ടി ഇറങ്ങണത് രാവിലെ. അപ്പച്ചാ അപ്പച്ചാ ഏതാ അപ്പച്ചാ ഈ തള്ള? തള്ളേന്നൊക്കെ വിളിച്ചാണ്ടല്ല. എന്തുവാന്നേ ഇത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇവിടുന്ന് ആരെങ്കിലും ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്താ? ഞാനാ ഓർഡർ ചെയ്തേ. അപ്പച്ചനാണോ ഓർഡർ ചെയ്തത്? ഞാനാ ഓർഡർ ചെയ്തേ. ആ അത് കൊടുക്കാൻ വന്ന ഡെലിവറി ഗേളാ ഞാൻ. ഫുഡാ? പായസം. പായസം പായസോ? ഞാൻ പായസം കുടിക്കാൻ ആഗ്രഹിച്ചു, നീ സമ്മതിക്കൂലല്ലോ, അതുകൊണ്ട്. എന്നോട് പ്രത്യേകം പറഞ്ഞു പായസം വേണം. എത്ര വർഷമായി അവൻ കഴിച്ചിട്ട്. ആഗ്രഹമല്ലേ? വേറെ അസുഖമുള്ളതുകൊണ്ട് നീ കുടിപ്പിക്കല്ല. ചിലോടത്ത് ശരിയാവും, ചിലോടത്ത് ശരിയാവൂല. പൊളിഞ്ഞു പോയി. പായസം ഇപ്പൊ ആർക്കാ വേണ്ടത്? ആ അവിടെ അവനെ. ഇതാ. അതെ അമ്മച്ചി, വായി തോന്നുന്ന വിളിച്ചു പറയുമ്പോഴേ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഒന്ന് അന്വേഷിക്കണം. ആ ഞങ്ങൾക്ക് അസോസിയേഷൻ ഒക്കെ ഉള്ളതാ. മോളെ നീ വയറ്റിൽ വഴിയാണോ പോണേ? എന്നാ പിന്നെ ഞാനും വേണം, എനിക്ക് പോവാ. ഞാനും വരുവാ. എന്റെ കൂടെ വരണ്ട, വേറെ വണ്ടിക്ക് പോയി. പഞ്ചസാരന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി കാണിച്ച അപ്പ പിടഞ്ഞു വീഴാൻ നിൽക്കണ നിങ്ങളാണ് മനുഷ്യ പായസം കുടിക്കാൻ പോണത്. നീ സമ്മതിക്കൂല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് കുടിച്ചിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി പോവൂലേ? അത് അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ പായസം. ഇതിനേക്കാളും വല്ല പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കായിരുന്നു. എന്നാലും നിങ്ങൾ ഈ പായസം വാങ്ങിച്ചത് അതെനിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റൂല മനുഷ്യ. എനിക്കത് മനുഷ്യ മനസ്സിലാവൂല. പോ കരയാതെ, പൊന്നു കരയാതെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം. നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ഞാൻ ഇനി പായസം കുടിക്കൂല. നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം അനുസരിച്ചോളാം. ഈ ഇടയ്ക്ക് നീ ഒരു സാധനം വിട്ടായിരുന്നല്ലോ, പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ കുഴപ്പമുണ്ടോ?